അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പേർഷ്യൻ ചക്രവർത്തിമാരിൽ പ്രധാനിയാണ് അനുശിർവാൻ ചക്രവർത്തി. വളരെ നീതിമാനായ ചക്രവർത്തിമാരിൽ എണ്ണത്തിൽ പറഞ്ഞ പ്രധാനിയായ ഒരു ചക്രവർത്തിയാണ് അനുശിർവാൻ ചക്രവർത്തി. ഈ അനുശിർവാൻ ചക്രവർത്തി അത്രമാത്രം നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ഇന്ത്യക്കാരനായ ഒരാളുണ്ടായിരുന്നു. വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാൾ. അയാളുടെ പേര് ബുദുർ ചമ്പർ എന്നാണ്. ഈ ബുദുർ ചമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ മന്ത്രിമാർക്കിടയിൽ വളരെ രാജാവും മന്ത്രിമാരും വളരെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതിലൊന്നും അയാൾ ഇടപെടാതെ സംസാരിക്കാതെ നിൽക്കും. അങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു രാജാവായ അനുശിർവാൻ ചക്രവർത്തി. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്യുമ്പോൾ അതിലെന്താണ് നിങ്ങളൊരു അഭിപ്രായം പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു, ഈ ബുദുർ ചമ്പർ എന്ന ആ മന്ത്രി പറഞ്ഞു, ഇച്ഛിക്കുമ്പോഴല്ലേ, രോഗിക്ക് ഇച്ഛിക്കുമ്പോഴല്ലേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതായത് ആവശ്യമുണ്ടെങ്കിലേ ഞാൻ സംസാരിക്കുള്ളൂ, വെറുതെ ഒരു വർത്തമാനത്തൊന്നും ഞാൻ നിൽക്കുകയില്ല. രോഗിക്ക് ആവശ്യമുണ്ടാകുമ്പോഴല്ലേ ഡോക്ടർ മരുന്ന് കൊടുക്കുള്ളൂ, അതുപോലെ തന്നെയാണ് ഞാൻ ആവശ്യമുണ്ടാകുമ്പോഴേ ഞാനും എന്താവുള്ളൂ, സംസാരിക്കുള്ളൂ. വെറുതെ സംസാരിച്ചിട്ട് നമ്മുടെ സമയം വെറുതെ കളയണ്ടല്ലോ, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ദഅ്വാ യുരീബിക്കുമാലും സംശയമുള്ളതൊക്കെ നമ്മൾ എന്താവണം, ഒഴിവാക്കണം. ഏറ്റവും നല്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, എന്താണ് ആവശ്യമില്ലാത്തത്. ഇസ്ലാമിൽ ഈ തർക്കവുമാലായ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. നമുക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് സമയം കളയുന്ന ഒരാളാവരുത്. നമ്മുടെ സമയത്തിന് എപ്പോഴും വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അപ്പോൾ സംസാരമൊക്കെ ആവശ്യത്തിന് ആവണം. എല്ലാം കൊണ്ട് സംസാരിക്കുന്നവർ കിതാബിൽ കാണാം, ഇതാത്തം അക്കുലിൽ മറി കല്ലാ കലാമു. ഒരാൾക്ക് ബുദ്ധി പൂർത്തിയായി എന്നുള്ളതിൻ്റെ കവി പറയുന്നൊരു വാക്ക് കിതാബിൽ ആ ബൈത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതാത്തം അക്കുലിൽ മറി, ഒരാളുടെ ബുദ്ധി പൂർത്തിയായി എന്നറിയാൻ കല്ലാ കലാമുഹു. അയാൾ സംസാരം കുറവായിരിക്കും. സംസാരം അങ്ങനെ വിടുവായിട്ടുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ പരക്കെ സംസാരിക്കുന്ന ഒരാളാവുകയില്ല. അല്ലാഹു നന്മ മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകൾക്കായി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.